ഇതൊരു കൈപ്പയ്ക്കാണ് കേട്ടോ. നമുക്ക് ഇതുകൊണ്ടൊരു കൈപ്പയ്ക്ക അവിയൽ വെച്ച് നോക്കി നോക്കാം. സ്ലൈസ് ആയിട്ടാണ് കൈപ്പയ്ക്ക അരിയേണ്ടത് കേട്ടോ. ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. വെള്ളം ഇല്ലാണ്ട് വേണം. കഴുകിയതിന് ശേഷം വേണം നമ്മൾക്ക് ഇതുപോലെ കൈപ്പയ്ക്ക അരിഞ്ഞെടുക്കാൻ. ഇതേപോലെ നമ്മൾ കൈപ്പയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലൈസ് ആയിട്ട് കൈപ്പയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ആവശ്യം മുരിങ്ങക്കായാണ്. ഇത് ഈ മുരിങ്ങക്കായ ഒരു ചെറിയൊരു മുരിങ്ങക്കായും കൂടിയാണ്. ഇത് നമുക്ക് ആവശ്യമുള്ള കൈപ്പയ്ക്ക അവിയലിന് ആവശ്യമുള്ളതാണ്. കറിവേപ്പില, പച്ചമുളക് ഒരു 4 എണ്ണം, ഉപ്പ്, ഒരു 1/2 സ്പൂണ് ചുവന്ന മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമ്മൾക്ക് കൈപ്പയ്ക്ക അവിയൽ. ഇനി നമ്മൾ ഉരുളിയിലേക്ക് ഇതാ കൈപ്പയ്ക്കും മുരിങ്ങക്കായും കൂടി ഇട്ടു. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ഉപ്പ്, വേപ്പില എല്ലാം കൂടെ അതിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൈരാണ്, ഇത്തിരി പുളിയുള്ള തൈരും നല്ലതാണ് കൈപ്പയ്ക്ക ആയതുകൊണ്ട്. ഈ തൈരും ഇതെല്ലാം കൂടെ നമ്മൾക്ക് കൂട്ടിക്കുഴച്ച് നന്നായിട്ട് തിരുമണം കേട്ടോ. ആവശ്യത്തിനുള്ള പുളി അനുസരിച്ചിട്ടുള്ള തൈര് ഇത് നമ്മൾ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം കൈപ്പയ്ക്കയിൽ. അപ്പം നമുക്ക് നന്നായിട്ട് പുളിയൊക്കെ പിടിച്ചിട്ട് വേണം നമ്മൾക്ക് ഇത് കുക്ക് ചെയ്ത് തുടങ്ങാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ വേണ്ടോ, ഇത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾക്ക് അടുപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് തീയൊന്ന് കത്തിക്കാം. ഒന്ന് കണ്ടോ, ഇതേ പരുവാവും കേട്ടോ. ഇതേ പരുവത്തിൽ നമ്മൾക്ക് ഇനി വേവിച്ചെടുക്കാം. ഇത് കുറച്ചും കൂടെ തൈര് കുറവായിരുന്നു, അപ്പം ഞാനൊരു സ്പൂണും കൂടെ തൈര് അതിലേക്ക് ഇട്ടു കേട്ടോ. പുളി കുറച്ച് കുറവായതുകൊണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് ഇതിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് വേവണം. കൈപ്പയ്ക്കും മുരിങ്ങക്കായും ഈ കൂട്ടുകളൊക്കെ ചേർന്ന് നമുക്ക് നന്നായിട്ട് വേവണം കേട്ടോ. കഷ്ണം ദേ പകുതി വെന്ത് തുടങ്ങി. ഇതിൽ വെള്ളമൊക്കെ ഊറി വന്നു തുടങ്ങി, മോരിൻ്റെയും കൈപ്പയ്ക്കയുടെയും എല്ലാതും. പക്ഷെ കൈപ്പയ്ക്ക കയ്പുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത്തിരി എരി കൂടുതലിട്ട്, പുളി കുറച്ച് കൂടുതലിട്ട്, മോരിന് പുളി വേണം കേട്ടോ, ഒത്തിരി പുളി വേണം. അങ്ങനെ നമുക്കിത് വേവിക്കാം. ഒരു 5 മിനിറ്റ് നമ്മൾക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമ്മൾക്ക് ആവശ്യമുള്ളത് ഒരു 1/2 മുറി തേങ്ങ, ഒരു 2 കുട്ടി സബോള കേട്ടോ, ചെറിയ സബോള, ഒരു 1/2 സ്പൂൺ ജീരകം, ഒരു 2 കതിരി വേപ്പില. വേപ്പില എന്തായാലും വേണം കേട്ടോ, എന്നാലാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. സൂപ്പറായിട്ട്. ഇനി ഇതിൽ വെള്ളം നമ്മൾക്ക് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. ഇനി അധികം വേവാനില്ല, നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഈ തൈരിൻ്റെ വെള്ളം മുഴുവനും വറ്റിപ്പോണം. ഈ പരുവാവണ സമയത്ത് നമുക്ക് ഇനി അരപ്പിടാം കേട്ടോ. ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് തേങ്ങ. ഇപ്പോൾ ഇത് ഇളക്കി മിക്സ് ചെയ്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ കൈപ്പയ്ക്ക അവിയലിൻ്റെ. ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റാണ് കൈപ്പയ്ക്ക. കുട്ടികൾക്ക് വരെ ഈ കൈപ്പയ്ക്ക കഴിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്പേ ഇല്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത് നല്ല ടേസ്റ്റുള്ള കൈപ്പയ്ക്ക അവിയൽ. ഇപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് നല്ല ഇതിലൊക്കെ യോജിപ്പിച്ചൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. കൈപ്പയ്ക്ക ഒട്ടും തന്നെ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ നമുക്കറിയുന്നില്ല. നമ്മളെല്ലാ കഷ്ണത്തിൻ്റെ കൂടെ ഒരു കഷ്ണം ഇട്ട പോലെയുള്ള ആ കയ്പേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിനി നേരത്തെ ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ കയ്പ് ഒട്ടുമില്ല, കുട്ടികൾ വരെ കഴിക്കാവുന്ന രീതിയിൽ നമ്മൾക്ക് ഇനി കയ്പയ്ക്ക ഉണ്ടാക്കാം കേട്ടോ. ഇത് തോരൻ വെച്ചാൽ ഭയങ്കര കയ്പ്പാണ്, പക്ഷെ അവിയൽ പോലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒട്ടും. മെയിനായിട്ട് തൈരിൽ വേണം വേവിക്കാനായിട്ട്. അതാണ് ഈ കയ്പയ്ക്ക നമ്മൾക്ക് ഇത് വേണ്ട. അപ്പം നമ്മുടെ കയ്പയ്ക്ക അവിയൽ റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.
കയ്പ്പയ്ക്ക ഒട്ടും തന്നെ വെന്തുടയരുത് കേട്ടോ. തൈരിൽ തന്നെ വേവിക്കണം. തൈരിൽ പച്ചമുളക്, എരിവിൽ എല്ലാ ചേരുവകൾ ചേർത്തിട്ട് കൂട്ടിക്കുഴച്ചിട്ട് തന്നെ വേവിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ വേവിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് അങ്ങനെ കയ്പ്പയ്ക്ക കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കയ്പ്പ് ഒട്ടുമില്ല. നല്ല ടേസ്റ്റി ഉണ്ട്. ഓക്കെ.